മഹാദേവനെ കണ്ട് അതിനൊരു പരിഹാരത്തിന് വേണ്ടി പരിശ്രമിച്ചോളൂ. എല്ലാവരും നേരെ കൈലാസപതിയായിട്ടുള്ള മഹാദേവനെ കാണാനായിട്ട് ചെന്നു. ഭഗവാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചാൽ രക്ഷയില്ല. രക്ഷ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണത് ഇപ്പോൾ പാൽക്കടലിൽ പോയിട്ട് ഇതൊക്കെ മറയട്ടെ എന്നല്ലേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാപം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ പാൽക്കടൽ കടഞ്ഞെടുക്കുക, അല്ലാതെ ഇപ്പോൾ വേറെ ഇപ്പം എന്തായാലും വഴി. ഭഗവാൻ എങ്ങനെ വാക്കുകൊണ്ട് കുത്തി കൊല്ലരുത് കേട്ടോ. കാരണം തന്നെ നടക്കാൻ തന്നെ വയ്യ ഞങ്ങൾക്ക്. എങ്ങനെ ഇപ്പോൾ ഈ പാൽക്കടൽ കടയുക? ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നാലേ മഹാവിഷ്ണു ഇന്ന് കാണാം. അദ്ദേഹം എന്തെങ്കിലും ഒരു സൂത്രം പറയാതിരിക്കില്ല. പോവാ, ഞാനും വരാം. അദ്ദേഹം കൂടി ഇവരൊപ്പം കൂടി നേരെ വൈകുണ്ഠനാഥനെ കണ്ടു. വൈകുണ്ഠനാഥനെ പോയി ഒന്ന് ആസ്വദിച്ചു. വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ, നീലമേഘസുന്ദര നാരായണ ഗോവിന്ദ, വനമാലി രാധാരമണ ഗിരിധാരി ഗോവിന്ദ. എന്താ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ചെറിയൊരു കുടുക്കിൽ പെട്ട് കിടക്കുക. അപ്പോൾ ഇവരൊക്കെ ആരാ? ഭഗവാനെ ഞാൻ പരിചയപ്പെടുത്താം, ഞാൻ ഇന്ദ്രനാണ്. എന്തു പറ്റി? പറ്റിയോ ഒന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഒരു സൂത്രം പറഞ്ഞു. അതേ, നിങ്ങൾക്ക് യുക്തി ഉണ്ടല്ലോ, ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്, ശക്തിയില്ല. അതല്ലേ ഇപ്പോൾ പ്രശ്നം. അസുരന്മാർക്ക് ബുദ്ധിയും യുക്തിയും കുറവാണ്, പക്ഷെ ശക്തിയുണ്ട്. അപ്പം നിങ്ങളുടെ ബുദ്ധിയും മറ്റേവരുടെ ശക്തിയും അങ്ങനെയാണ്. കാര്യസാധ്യത്തിന് നമ്മൾ ശത്രുക്കളെ പോലും ആശ്രയിക്കണം എന്നാ പറയുക. കാര്യം നേടാൻ ആരെയും കൂട്ടുപിടിക്കാതെ നയമാണ്. അതൊരു അടവ് നയം എന്നാണ്, തന്ത്രമാണ്. അദ്ദേഹം അത് ഉറപ്പിക്കാനായിട്ടൊരു ഉദാഹരണം പറഞ്ഞു. പണ്ട് ഒരു വലിയ തറവാട്ട് വീട്ടിലൊരു മുത്തശ്ശിയുടെ 84-ാം പിറന്നാളാണ്. മക്കള് പേരക്കുട്ടികൾ ഒക്കെ ആയിട്ട് ലോകത്തിൻ്റെ നാനാഭാഗത്തുണ്ട് കേട്ടോ. അവരൊക്കെ ഈ അമ്മയുടെ 84-ാം പിറന്നാൾ കൂടാൻ വേണ്ടി വരികയാണ്. ബോംബെയിൽ കുറച്ച് ടീമുകൾ ഇരിക്കുന്നുണ്ട്. അവിടെ രത്നവേൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. അവിടെ നല്ല മാങ്ങ കിട്ടും. മാങ്ങ രത്നഗിരി മാങ്ങ. മംഗലാപുരത്തും കുറേ വിഭവങ്ങളുണ്ട്. വണ്ടി കുറച്ച് നേരം കോഴിക്കോട് നിർത്തും ട്രെയിനിൽ വരുമ്പോഴേ. അപ്പോൾ കോഴിക്കോട് അലുവ, കനം കുറഞ്ഞ ചിപ്സ് അവിടുത്തെ പ്രധാനമാണ്. അങ്ങനെ അവിടുന്ന് വരുന്ന ആളുകൾ ആ ഐറ്റങ്ങൾ കൊടുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അവിടുന്ന് കുറേ പുഷ്പങ്ങളും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്വീറ്റ്സൊക്കെ, നല്ല മൈസൂർ പാക്ക് കാര്യങ്ങളൊക്കെ, ശ്രീകൃഷ്ണ സ്വീറ്റ്സ് നല്ല സാധനങ്ങളാണ്. ഒരാൾ പാറ എലപ്പുള്ളിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് പോയ അവിടെ ഗ്രാമമുണ്ട്. അവിടെ രാമശ്ശേരി ഇഡ്ഡലി കിട്ടും, ഗംഭീരം. അവിടെ രാമശ്ശേരി ഇഡ്ഡലി മണ്ണിൻ്റെ ചട്ടിയിൽ ഉണ്ടാകണം. കുറേ ആളുകൾ അങ്ങനെ ഓരോരുത്തരും ഓരോ ഐറ്റങ്ങൾ പന ഇളനീര് മുതൽ കൊണ്ടുള്ള വിഭവങ്ങളായിട്ട് വന്നു എന്ന് പറയുകയാണ്. മുത്തശ്ശി ഇതൊക്കെ സന്തോഷമായി. മക്കളെയും പേരക്കുട്ടികളൊക്കെ ഒന്നിച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഒക്കെ 10 ദിവസം കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ 1 മാസം കഴിഞ്ഞേ പോകുള്ളൂ എന്ന് പറഞ്ഞു. സന്തോഷമായി. അപ്പോൾ നല്ല നല്ല വിഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ പഴയ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട്. എന്താണ്? കുറച്ച് പാത്തു വയ്ക്കുന്ന സ്വഭാവമുണ്ട് അല്ലേ? തട്ടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കുറച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ അമ്മ ഈ മാങ്ങയും ഈ മധുരപലഹാരമൊക്കെ പാടോടി തട്ടിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു പെട്ടിയിൽ, മരപ്പെട്ടിയിൽ ഇട്ട് വെച്ചു. അപ്പോഴേക്കും ആരോ മുത്തശ്ശി എന്ന് പറഞ്ഞു, ഇതാ വരണോന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നേരെ പോവുകയും ചെയ്തു. അപ്പോൾ ഈ മാങ്ങയുടെയും പലഹാരത്തിൻ്റെയും മണം പിടിച്ചിട്ടൊരു എലി നേരെ പോയി ഈ പെട്ടിയിൽ കൂടിയപ്പോൾ, പെട്ടിയിൽ ഈ സാധനങ്ങൾ കണ്ടപ്പോൾ എലിക്ക് കൺഫ്യൂഷനായി. ഇതിലിപ്പോൾ ഏതാ ആദ്യം കഴിക്കേണ്ടതെന്നായി. അത്രയും സാധനങ്ങൾ. എലീനെ നോക്കിയിട്ടൊരു പാമ്പ് വന്നിട്ടുണ്ട്. അവൻ എന്ത് ചെയ്തു? അവൻ ഇതിൻ്റെ പുറകെ പോയി. അപ്പോൾ ഇപ്പം എന്താ പെട്ടിയിൽ? മധുരപലഹാരങ്ങൾ, പഴവർഗ്ഗങ്ങൾ, എലിക്കുട്ടൻ്റെ പുറകെ ഒരു പാമ്പൻ. അപ്പോഴേക്കും വലിയ മകള് വന്നിട്ട് അമ്മ എന്താ കൊണ്ടുപോയി വെക്കാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് നോക്കി. ഈ പെട്ടി തുറന്നു കിടക്കണ്ടു. ഇത് കണ്ടപ്പോൾ എലിയും പാമ്പും പതുങ്ങിയിരുന്നു. ഈ പെട്ടി എങ്ങനെ ഈ തുറന്നിട്ട് കഴിഞ്ഞ് ഈ നല്ല സാധനങ്ങളൊക്കെ വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അമ്മ പെട്ടി അടച്ചു. പെട്ടി അടച്ചപ്പോഴത്തെ സ്ഥിതി എന്തായി? നിങ്ങൾക്കത് ഭാവനയെ കാണാൻ പറ്റുന്നില്ലേ? അതെ, പലഹാരങ്ങള് അല്ലേ, മാമ്പഴം, എലിക്കുട്ടൻ, പാമ്പൂട്ടി ഒക്കെ പെട്ടിയില്ല. എലിയും പാമ്പും മുഖാമുഖം നോക്കി. ശത്രുക്കളാണ് അല്ലേ? അപ്പം പാമ്പ് എന്ത് ചെയ്തറിയോ? എലിയെ നോക്കിയിട്ട് ഒന്ന് സ്മൈൽ ചെയ്തു, ഒന്ന് ചിരിച്ചു അല്ലേ? അതിൽ നഷ്ടമൊന്നുമില്ലല്ലോ. അതെ. അപ്പോൾ
പാമ്പ് ചിരിക്കുന്ന കണ്ടപ്പോൾ എലിക്ക് നല്ല ചാപ്പാട് കിട്ടിയ സന്തോഷത്തിൽ ചിരിക്കുകയാണ് എന്നുള്ളൊരു ഭാവമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നതേ. ഒന്ന് അനുഗ്രഹിച്ചു കൊടുത്താൽ മതി. ഏതായാലും അദ്ദേഹം പിന്നെ എലിയോട് പറയാ, സുഹൃത്തേ, എലീനെ വിളിക്കുകയാണ് പാമ്പേ, ഭഗവാനെ. എലി അന്തം വിട്ട്, ഭഗവാൻ എന്താ ഈ പാമ്പുകൾക്കൊക്കെ വട്ടാവുമോ എന്ന് സംശയം പുള്ളിക്കാരന്. രണ്ടാമത്തെ ഡയലോഗ്, നാം ഇരുവരും, ഭാഷയൊക്കെ നന്നാക്കിട്ടോ, കാരണം കാര്യസാധ്യം വരുമ്പോൾ ഭാഷ ചന്താക്കണം. അതെ, നാം ഇരുവരും ഒരു അസന്നിഗ്ധ ഘട്ടത്തിൽ പെട്ടിരിക്കുകയാണല്ലോ, മനസ്സിലായില്ലേ? ഈ നില തുടർന്നാൽ സുഹൃത്തേ, നാം രണ്ടുപേരും വധിക്കപ്പെടാം. അതുകൊണ്ട് എനിക്ക് സാധിക്കാത്ത ചില വിദ്യകൾ അങ്ങയ്ക്ക് കഴിയും. താനൊന്നും അല്ല കേട്ടോ, താനൊന്നും പറയരുത്, അങ്ങയ്ക്ക് കഴിയും. അങ്ങയുടെ കൂർത്തുമൂർത്ത ആ ഉഷാറായ പല്ലുകളെ കൊണ്ട് ഈ പെട്ടിയിൽ ഒരു ദ്വാരം സൃഷ്ടിച്ച് തദ്വാര അങ്ങ് പുറത്തു കടക്കുകയും തദ്വാര ഞാൻ വേറെ വഴിക്ക് പോവുകയും ചെയ്യാം. രണ്ടുപേരുടെയും ജീവന് ആപത്തുണ്ടാവുകയില്ല. ഉടമ്പടിയാണ്, സത്യമാണ്. അങ്ങക്ക് സമ്മതമല്ലേ? പാവം എലി ആലോചിച്ചപ്പോൾ ശരിയാ. ഏതായാലും കരണ്ട് അതിനെയൊക്കെ ആ പെട്ടി കരണ്ട് ദ്വാരമുണ്ടാക്കി. എലി ഒരു വഴിക്ക് പോയി, പറഞ്ഞതുപോലെ തന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പാമ്പ് വേറെ വഴിക്കും പോയി. അപ്പം എന്താണ്, ഒരു കുടുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പരസ്പരം ശത്രുക്കളാണെങ്കിൽ പോലും കാര്യസാധ്യത്തിന് മൈത്രിയിലായി കാര്യം നേടാൻ പരിശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അസുരന്മാർ സ്വതവേ ചേരാത്ത ആളുകളാണെങ്കിലും അവരെ കണ്ടിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ട് രണ്ടു കൂട്ടരും കൂടി അവരുടെ ശക്തിയും നിങ്ങളുടെ യുക്തിയും കൂടി കൂടിയിട്ട് പാൽക്കടൽ കടഞ്ഞിട്ട് നമുക്ക് കാര്യം നേടാൻ പരിശ്രമിക്കുക എന്ന് പറഞ്ഞു. ആര്? ഭഗവാൻ വിഷ്ണു. ഇത് കേട്ടിട്ടുള്ള ദേവന്മാർ നേരെ ചെന്നു. ബലി ചക്രവർത്തിയാണ് അന്ന് ഭരിക്കുന്നത്, പ്രഹ്ലാദൻ്റെ മകൻ്റെ മകൻ. ആ ഉടമ്പടിയൊക്കെ വെച്ച് എല്ലാം പറയരുത് കേട്ടോ, അങ്ങനെയുണ്ടല്ലേ, എല്ലാം എല്ലാവരോടും പറയാൻ പാടില്ല. സത്യം ഭ്രൂയാത് പ്രിയം ഭ്രൂയാത് ന ഭ്രൂയാത് സത്യമപ്രിയം. സത്യമേ പറയാൻ പാടുള്ളൂ, പ്രിയമായിട്ട് വേണം പറയാൻ. അപ്രിയമാകുന്ന വിഷയങ്ങൾ പറയരുത്, സത്യമാണെങ്കിലും. അവിടെ ഒന്ന് ഞെണുങ്ങാം, വിരോധമില്ല എന്നാണ്. ഏതായാലും അങ്ങനെ പറഞ്ഞു. കൂട്ടരെ ഒന്ന് സഹായിക്കണം, അങ്ങേമാതിരി ഒരു കരുത്തൻ നമ്മളെ ഇപ്പോൾ ഒരു വിഷമസന്ധിയിൽ സഹായിച്ചില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ഭക്തനുമാണല്ലോ, അതുകൊണ്ട് അങ്ങയ്ക്ക് സാധിക്കും എന്നൊക്കെ വാക്കുകൊണ്ടൊക്കെ നന്നാക്കി. അപ്പോൾ എന്താ വിഷയം പറയും? ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ പാൽക്കടലിൽ നഷ്ടം വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് സഹായിച്ചാൽ നമുക്കത് എടുത്ത് നമുക്കത് ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ശരി. ഏതായാലും കുറച്ച് അസുരന്മാരെയും കൂട്ടി വന്നു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? അത് കടഞ്ഞെടുക്കണമെങ്കിൽ അതിന് പറ്റിയ കടകോല് വേണം. ആര് പെരുന്തച്ചൻ വിചാരിച്ചാൽ പറ്റില്ല. അവസാനം അതിനും ഭഗവാൻ തന്നെ യുക്തി പറഞ്ഞു കൊടുത്തു. മന്ദരം, നല്ല കോല് പോലെ കൂർത്തിട്ടുള്ള ഷെയ്പ്പാണ് ആ മന്ദരപർവ്വതം, അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഭഗവാനെ നോക്കി കരഞ്ഞു. എന്താണ്, അവനവൻ്റെ കാലിനെ പുറത്ത് പൊക്കി വെച്ചിട്ട് നടക്കാൻ വയ്യാത്ത ആളുകൾ മന്ദരപർവ്വതം എങ്ങനെ പൊക്കുക? അതിന് വഴിയുണ്ടാക്കാം. ഏതായാലും അതിനെയൊക്കെ ഇളക്കിയെടുത്ത് അസുരന്മാരും ദേവന്മാരും കൂടിയിട്ട്, ദേവന്മാർ ഇന്ന് മുക്കണേ ഉള്ളൂ, ആരോഗ്യമില്ല, എടുക്കണ മുഴുവൻ മറ്റേവരാ, അങ്ങനെ ഏറ്റി നടന്നു. അതിൻ്റെ ഇടയിൽ ഇവർ ഈ മൂളൽ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ വെറുതെ ഒരു തമാശയ്ക്ക് അസുരന്മാരൊന്ന് കൈ അയച്ചപ്പോൾ ഇത് സാധനം വീണു. വീണപ്പോൾ നിരങ്ങി വീണു. ആ നിലവിളി കൂട്ടി കുറച്ചെണ്ണത്തിൻ്റെ അടിയിൽ പൊട്ടു, ശവന്മാരിയായി. ഭഗവാനെ വിളിച്ച് നിലവിളി കൂട്ടിയപ്പോൾ കരുണാകടാക്ഷം കൊണ്ട് ഭഗവാൻ ആ അവശാവസ്ഥയിലായിട്ടുള്ള ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഗരുഡനെ വിളിച്ചു, വൈനതയാ ഒന്ന് സഹായിക്കും, അതൊന്ന് പർവ്വതം ഒന്ന് അങ്ങോട്ട് കൊണ്ടേ വെച്ചു കൊടുക്കൂ. ഭഗവാൻ തൻ്റെ കൈ കൊണ്ട് അതിനെ എടുത്തിട്ട് ഗരുഡൻ്റെ പുറത്ത് വെച്ചു കൊടുത്തു. ഗരുഡൻ നേരെ അതിനെ പൊക്കി പറന്ന് പാൽക്കടലിൻ്റെ വക്കത്ത് കൊണ്ടേ വെച്ചു കൊടുത്തു. ഇനിയിപ്പോൾ എന്താ വേണ്ടത്? ഇത് കടയാൻ പറ്റിയിട്ടുള്ളൊരു കയറ് വേണം എന്നാണ്. ആലപ്പുഴയിലടക്കം വലിയ കയറിൻ്റെ സെൻറ്ററാ പറഞ്ഞിട്ട് കാര്യമില്ല, നടക്കില്ല, ഇത് പറ്റിയിട്ടുള്ള കയറില്ല. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, മഹാദേവൻ സഹായിക്കും. അതെങ്ങനെ മഹാദേവൻ? അദ്ദേഹത്തിൻ്റെ മറ്റേ വാസുകി വിചാരിച്ചാൽ മതിയല്ലോ. അത് പറ്റും കേട്ടോ. എന്നാൽ വാസുകി ഒന്ന് കൊണ്ടുവരാൻ നോക്കുക. മൂപ്പരിപ്പോൾ എവിടെയുണ്ട്? മൂപ്പരിപ്പോൾ സൺബാത്തിൻ്റെ ടൈമാണ്, ബീച്ചിലുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ബീച്ചിൽ ചെന്നപ്പോൾ ശരിയാ, മൂപ്പരിങ്ങനെ മലന്ന് കിടക്കുകയാണ് വാസുകി. അപ്പോൾ അദ്ദേഹം പൊക്കിയെടുക്കലാവില്ല. അപ്പോൾ ഗരുഡനെ തന്നെ ഒന്ന് നോക്കിയപ്പോൾ ഗരുഡന് മനസ്സിലായി, ഈ റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേണം എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു അഭിമാനം വന്നു കേട്ടോ. വലിയ വിഷമുള്ള കാര്യങ്ങളൊക്കെ ആര് വേണം? ചിലർ പറയുന്നത് കേൾക്കില്ല, എൻ്റെ കയ്യെത്തണം,
ഇരിക്കെ കുത്തി വീണ് കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ അമ്മ കിടന്നപ്പോൾ നടക്കണേക്കാളും നന്നായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നടന്നു വരും. പക്ഷേ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണേ എന്നതുമാതിരി ഗരുഡൻ ഇങ്ങനെ ഒരു തോന്നലൊന്നും എന്നാണ് പറയണത്. ഏതായാലും വാസുകി പറഞ്ഞു, ഞാനിപ്പോൾ ഇഴഞ്ഞെത്തുമ്പോഴേക്കും സമയമാവും, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് കുത്തിയെടുത്ത് കൊണ്ടുപോയാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓ ശരി, ഞാനേറ്റു, ഐ വിൽ, ഐ ഷാലും കൂടിയല്ല, ഐ വില്ല. അങ്ങനെ നേരെ ഇദ്ദേഹത്തിനെ കൊത്തി കൊണ്ടുപോയിട്ട് പാൽക്കടലിൻ്റെ അവിടെ മന്ദര പർവ്വതത്തിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തു. കടയാനായിട്ട് പരിശ്രമിച്ചു. ഇതിപ്പോൾ തല കാണാനില്ലല്ലോ. തല എവിടെ? തലയിൽ നിന്ന് വാലുണ്ടോ നോക്കൂ. തലയും കാണാനില്ലേ, വാലും കാണാനില്ല. ഹേയ്, ഇതെന്താ കഥ? വീണ്ടും അതിന് ചുറ്റി ആ ശരീരത്തിൻ്റെ ഒപ്പം ഇങ്ങനെ താഴ്ന്ന് പറന്ന് അങ്ങനെ പോയപ്പോൾ എവിടെ നിന്നാണോ എടുത്തത്, എടുത്തോടെ തന്നെ കിടക്കണു തലയും വാലും. അപ്പോൾ മനസ്സിലായി ഇത് പണി തന്നതാണ്, തൻ്റെ അഹങ്കാരത്തിനുള്ളൊരു കിഴുക്കാണ് എന്ന്. അതൊരു വലിയ വിശേഷ ശക്തി കേട്ടോ. കാരണം ഈ ശാസ്ത്രബോധം കൊണ്ടും മഹാത്മാക്കളുടെ സമ്പർക്കം കൊണ്ടും നമുക്കുണ്ടാവേണ്ട ഒരു ഗുണവിശേഷം എന്താ അറിയോ? എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ, അബദ്ധത്തിൻ്റേതായിട്ടുള്ള ചെറിയൊരു ശിക്ഷയോ പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചടി വന്നു കഴിഞ്ഞാൽ തിരുത്തുവാനുള്ള മനോവികാസം ഉണ്ടാവണം. എന്തോ ഒരു കർമ്മവൈകല്യം നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണോ, അതിൻ്റെ ഒരു ഭാഗമാണ്. ഇത് പറയുമ്പോൾ ഒരു തമാശ ഓർമ്മ, തമാശയിലെ അനുഭവമാണ് കേട്ടോ. കുറ്റം പറയാൻ തോന്നരുത് കേട്ടോ. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. തെറ്റിദ്ധരിക്കുന്നുണ്ടോ നിങ്ങൾ? ചിലർ മിണ്ടിയില്ല. ഞാൻ പറഞ്ഞത് കുറ്റമായിട്ട് തോന്നുമോ? ഇല്ലെങ്കിൽ അനുഭവം പറയാം. അപ്പം നമ്മുടെ നാട്ടിൽ ചമ്പ അല്ലേ യജ്ഞം നടക്കുക, സപ്താഹം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മോനോട്ടാ എനിക്കിത്തിരി പാടാനും പറയാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്, അപ്പോൾ അതിന് പറ്റുന്ന മാതിരി സംവിധാനമൊക്കെ ചെയ്തു തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പൊതുവേ പറയാറ് ഈ ഗാനമേള കാര്യങ്ങളൊക്കെ ചെയ്യണമാതിരിയൊന്നും സപ്താഹത്തിന് ആളുകൾ മൈൻഡ് ചെയ്യില്ല. സത്യത്തിൽ അതിനേക്കാൾ റിസ്ക് കൂടുതലാണ്. എത്ര മണിക്കൂർ സംസാരിക്കണം. അപ്പോൾ ഒരുവിധം കുറേ ഒരു ആട്ടപ്പെട്ടിയൊക്കെ വെച്ച്, അപ്പോൾ ഈ ഇതൊക്കെ നല്ല മൈക്കാട്ടോ ഭഗവാനെ. അവൻ കൊടുന്ന മയക്കുന്ന തുരുമ്പ് ഈ ആളുകളുടെ ഇതൊക്കെ തെറിച്ചിട്ടേ, ഞാൻ അത് തുടച്ചിട്ടൊക്കെ ടവലൊക്കെ കെട്ടി നോക്കി, എന്നിട്ടും തൊണ്ട വേദന വരിക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വേദനിച്ച അതിൻ്റെ വേദന നമുക്കുണ്ടാവും കേട്ടോ, തമാശയായിട്ടേ എന്നുള്ള നിലയിൽ ഒരു ആക്കിച്ചിരി ഇരിച്ചു. അന്ന് നരസിംഹാവതാരം കേട്ടോ. 2 ദിവസം ഞാൻ പറഞ്ഞു നോക്കി, രക്ഷയില്ല. അന്ന് പിടുന്നൊരു ഇടിയും മിന്നലും മഴയും, ജനറേറ്ററും മിക്സർ മെഷീനും സാധനങ്ങളൊക്കെ പടപടി പടാ. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ ഒരു തളികയിൽ ഒരു ചെറുപ്പ് പഴം, ഒരു മുണ്ട്, തേങ്ങ, ദക്ഷിണ ഒക്കെ പാടെ പൊട്ടിച്ചു, ഒരു സാഷ്ടാംഗം. കാശ് കുറച്ച് നഷ്ടമാകുമ്പോൾ നമുക്ക് മനസ്സിലായി, വിഷമിക്കണ്ട. തിരുത്തൽ ഭാവം വന്നല്ലോ, വഴിയുണ്ടാവും, ഭഗവാനോട് പറയാം. എന്തായാലും അധികം വൈകാതെ അതെല്ലാം വീണ്ടെടുക്കാവുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു. നല്ല വരുമാനം ഉണ്ടായി. ആളിപ്പോൾ നല്ലൊരു കുട്ടി മുതലാളിയായി, കണ്ടാൽ വലിയ ബഹുമാനമാണ്. അപ്പോൾ അതൊരു അനുഗ്രഹമാണ് എന്ന് പറയുകയാണ്. കാരണം എന്തെങ്കിലും ചില കർമ്മവൈകല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് താൻ തിരുത്തേണ്ടിയിരിക്കുന്നു എന്ന നിലയിൽ ഭഗവാൻ തന്നിട്ടുള്ളൊരു കൊട്ടാണ് എന്ന നിലയിൽ അതിനെ കണ്ടാൽ നമുക്ക് വളർച്ചയുണ്ടാവും. ന്യായീകരിക്കാൻ പാടില്ല എന്ന് പറയുകയാണ്. പക്ഷേ ചില ആളുകളുടെ മനോനിലകൾ അങ്ങനെയാണ്. അത് വീണ്ടും ഒരു അനുഭവം വരണത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഒരു കമ്പനിയിൽ ഒരു വിദ്വാൻ വാച്ച്മാനായിട്ട് നിന്നു. അവൻ പഠിപ്പുള്ള പയ്യനാണ്. അവൻ്റെ സാമർഥ്യവും പഠിപ്പും ആളുകളോടുള്ള ആ സോപ്പിങ്ങും ഒക്കെ പാടെ കൂടിയിട്ട് അവസാനമായിട്ട് എന്തറിയോ, ആ കമ്പനിയുടെ മെയിൻ ആളായി. അതിനൊരു ഉന്നത സ്ഥാനത്ത് ഇവനെത്തി, താക്കോൽ സ്ഥാനത്തെത്തി. ഉടമസ്ഥന് ഇവനോട് വലിയ താല്പര്യമാണ്. പർച്ചേസിങ് ഒക്കെ ഇവൻ ചെയ്യും. ആ നിലയിലേക്ക് ഉയർന്നു. ആ കഥയുടെ കാമ്പിലേക്ക് പോകട്ടോ, ഭാഗവതം കുറേ പറയാനുള്ളതുണ്ട്. അങ്ങനെ ഈ വിദ്വാൻ, അപ്പം പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേകത എന്താ, മൂപ്പരുടെ ഭാര്യ മൂപ്പരുടെ ഡയറിയ. കാരണം എന്തുണ്ടെങ്കിലും പുള്ളിക്കാരൻ അത് വീട്ടിൽ വന്നിട്ട് വിസ്തരിച്ച് പറയും. ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഏതായാലും ഈ വിദ്വാൻ സാധനങ്ങൾ വാങ്ങണതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചില ഇഷ്കലുകൾ നടത്തിയിട്ട് ഒരു കുറച്ചു കാലം മുമ്പാണ് ഒരു 10,000 രൂപ അടിച്ചു മാറ്റി. മനസ്സിലായില്ലേ? കഴിഞ്ഞ് റൂമിലേക്കൊക്കെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ, അന്ന് മൊബൈലില്ല, മൊബൈൽ വരുന്നതിന് മുമ്പുള്ള കാര്യമാണ്. മറ്റേ ഫോൺ വഴിക്ക് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ പെട്ടെന്ന് ബന്ധപ്പെടണം, ഭാര്യ വിളിച്ചിരിക്കണം. രണ്ടാമത് തിരിച്ചു വിളിച്ചു. ഭാര്യ അടുത്ത് ഉടനെ ഇങ്ങോട്ട് വരണം. സംഗതി എന്താ വെച്ചാൽ സ്കൂള് വിട്ട സമയമാണ്, വെക്കേഷൻ സമയമാണ്. പുള്ളിക്കാരൻ്റെ മകനും കുട്ടികളൊക്കെ പാടോടി ഈ പറങ്കേണ്ടി എറിയ പെറുക്കി അങ്ങനെ ഒരു കളി ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ ഇവിടെയൊക്കെ കാണുന്ന മീൻ പിടിക്കലും ചട്ടിയും കൊണ്ട് ചൂടാക്കണൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ ഓരോ സ്ഥലത്ത് ഓരോ കളികളാണ്. അതിന് ഏതായാലും ഇതിനൊക്കെ ആയിട്ട് ഓടിച്ചാടിയപ്പോൾ ഒരു വീട്ടിൽ നായയുണ്ട്. നായ ആട്ടിയപ്പോൾ
നായടുന്ന് രക്ഷപ്പെടാനായിട്ട് കുട്ടികൾ വേലി ചാടി ഓടിയപ്പോൾ വെട്ടുകല്ല് കുഴിയിൽ പോയി വീണു എന്ന് മാത്രമല്ല, കുട്ടിയുടെ കാലുമ്പിൽ കുപ്പിച്ചില്ല് കയറി. കഥയല്ല കേട്ടോ, ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്. കുട്ടിയുടെ കാലുമ്പിൽ കുപ്പിച്ചില്ല് കയറി. ഭഗവാനേ! ആശുപത്രിയിൽ അഡ്മിറ്റായി. മഹാഭാഗ്യം കൊണ്ട് പ്രധാന ഞരമ്പ് മുറിഞ്ഞിട്ടില്ല, പ്രശ്നമാണ്. ഓപ്പറേഷനൊക്കെ കഴിച്ച് ഒരു 18,500 രൂപ ബില്ല് വന്നു. ഒന്ന് സ്വസ്ഥായപ്പോൾ ഇദ്ദേഹം തൻ്റെ ഡയറി ആയിട്ടുള്ള ഭാര്യയോട് ഈ കഥയൊക്കെ പറഞ്ഞിട്ട്, ഞാൻ പിന്നെ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയിട്ട് ഒരു 10 രൂപ അടിച്ചു മാറ്റി, അറിഞ്ഞിട്ടില്ല പൊട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുക. അറിയൂല ഞാൻ ആ നിലയിലാണ് ചെയ്തത് എന്നൊക്കെ പറയുകയാണ്. ഈ ഭാര്യ ഒരു സാത്വിക സ്ത്രീയാണ്. അവർ താടിയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു ദുഷ്ടനാണ്, മനുഷ്യന് ഇത്ര വിശ്വസിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പണി. അതന്നെയാണ്, വെറുതെ അല്ല, അതിൻ്റെ പണിയാണ് ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞറിയോ? വ്യഞ്ജനാക്ഷരം. ആ 10 രൂപ മാറ്റിയത് കൊണ്ട് 8.5 കൂട്ടേണ്ടി വന്നുള്ളൂ നമ്മൾ. മനസ്സിലായോ? അപ്പം ഇത്തരം മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളെ നമ്മൾക്ക് ഒരുത്തലും തിരുത്തുവാൻ സാധിക്കില്ല എന്നാണ്. മനോനിലയിൽ മാറ്റമുണ്ട്, ചിന്തിക്കാനുള്ള വൈശിഷ്ട്യമുണ്ടെങ്കിൽ നമ്മൾ അബദ്ധങ്ങളിൽ നിന്ന് സുബദ്ധത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയും വളർച്ച സാധിക്കുകയും ചെയ്യും. ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവിടെ ഇങ്ങനെ കിണറ്റ് കിടക്കേണ്ട തവളയുമാതിരി ഒരു മൂലയ്ക്ക് ഒതുങ്ങേണ്ടതായിട്ട് വരും എന്ന് പറയണം. ഏതായാലും ബുദ്ധിമാനായിട്ടുള്ള വൈനതയെ മനസ്സിലാക്കി ഇത് തനിക്ക് തന്നൊരു പണിയാണെന്ന് മനസ്സിലായപ്പോൾ ഉടനെ ക്ഷമിക്കണേ എന്നുള്ള നിലയിൽ മഹാദേവനെ നോക്കി പറഞ്ഞു. അദ്ദേഹത്തിനെ പ്ലീസ് ചെയ്യാനൊരു ശ്ലോകം ഉണ്ട്. എന്താ അത്? കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ആ ഭഗവാനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. ഒന്ന് കൈ നീട്ടിയപ്പോഴത്തേക്ക് ഒരു മോതിരം മാതിരി ഇദ്ദേഹം ഉള്ളിൽ വന്ന് കൂടി. ആരെയോ വാസുകി നേരെ ഇട്ട് കൊടുത്തു. പിന്നെ കടച്ചിലായി. കടയാൻ തുടങ്ങുമ്പോൾ എന്തായി? അവിടെയും ചെറിയ തർക്കം വന്നു കേട്ടോ. എന്താ ഞങ്ങളെന്താ വാല് പിടിക്കണ ആളുകളാ? അസുരന്മാരുടെ വക. ചങ്ങാതിമാരെ നിങ്ങൾ വാലോ തലയോ എന്താച്ചാൽ പിടിച്ചോളൂ എന്ന് ഇവർ തർക്കം. അങ്ങനെയാണ് ഈ തർക്കം വന്നു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും ഒരേമാതിരി നിൽക്കരുത്. ആരെങ്കിലും ഒരാളൊന്ന് അയഞ്ഞു കൊടുക്കണം അല്ലേ? അങ്ങനെ തർക്കത്തിന് സമാധാനമായി. അങ്ങനെ കടഞ്ഞപ്പോഴോ എന്നുമില്ലാത്ത തരത്തിലുള്ളൊരു ഗ്യാസും പുകയൊക്കെ പാടോടി വരികയാണ്. അതിന് മുമ്പ് എന്ത് ചെയ്തറിയോ? കടച്ചിൽ വളരെ സ്പീഡിൽ ആവാൻ തുടങ്ങി. ഇതെന്താ അപ്പോൾ ഇത്ര സ്പീഡിൽ കടയാൻ വയ്യല്ലോ നമുക്ക്, എന്താ നോക്കിയപ്പോൾ ഇദ്ദേഹം ഒന്ന് വയറൊന്ന് അയച്ചപ്പോൾ മന്ദരൻ ചുവട്ടിലേക്ക് പോയി, അടിയിലേക്ക് താണുപോയി. പിന്നെ ഭഗവാനെ വിളിച്ച് നിലവിളി കൂട്ടിയപ്പോൾ ഭഗവാൻ കാരുണ്യം കൊണ്ട് ഒരു കൂർമ്മത്തിൻ്റെ ഭാവം, ഒരു ആമയുടെ രൂപം സ്വീകരിച്ച് അതിനെ ഉയർത്തി, മന്ത്രപർവ്വതത്തെ ഉയർത്തി മുകളിലേക്കാക്കി. രണ്ടാമത് കടയാൻ തുടങ്ങിയപ്പോൾ ഒരാൾ പറഞ്ഞു, അതേ കുട്ടികളെ, നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താ അത്? നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഒരു അനുഗ്രഹം വാങ്ങാണ്ട് ഒരാളുടെ അടുത്ത് അതുണ്ടായില്ല. അതാരാ? മുമ്പിൽ ഗണാധിപതയെ നമയെന്നിവണ്ണം അൻപോടു ചൊല്ലി നമിയായകയെങ്കിൽ മുമ്പേ ചെന്നു തൊടുന്നതിനൊക്കെ വിഘ്നം വമ്പിച്ചു വന്നു പിണയും ഏത് വമ്പനും. അപ്പം ആദ്യം ഗണപതി ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്നൊരു അനുഗ്രഹം വാങ്ങാതെ കണ്ട് ഏത് പണി ചെയ്താലും അത് ക്ലച്ച് പിടിക്കില്ല. ഏതായാലും ഭഗവാനെ ഹേരമ്പനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ഒരു ഗണപതി ഹവനമൊക്കെ കഴിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് ഉമാമകേശ്വര കുമാര ഗണപതി നമാമി ഗജമുഖ ഗജാനന. അങ്ങനെ ഭഗവാനെ സന്തുഷ്ടനാക്കിക്കൊണ്ട് ആ കർമ്മം നിർവഹിച്ചു. അപ്പോഴാണ് ഈ വിഷപ്പുക വന്നത്. ഭഗവാനെ വിളിച്ച് നിലവിളിച്ചപ്പോൾ ആ വിഷം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ നശിക്കുമല്ലോ എന്നുള്ള നിലയിലായി. മഹാദേവൻ കാരുണ്യം കൊണ്ട് തൻ്റെ കരങ്ങളിൽ അതിനെ ഏറ്റുവാങ്ങി, ആ വിഷത്തെ ഏറ്റുവാങ്ങിയതിന് ശേഷം ലോകക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ട് അതിന് സ്വയം പാനം ചെയ്തു. ആ പാനം ചെയ്ത വിഷം ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ചോട്ടിലേക്ക് ആമാശത്തിലേക്കൊന്നും എത്തിയില്ല. കണ്ഠത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഭഗവാൻ ബൃഹത്ത് രൂപം സ്വീകരിച്ചിട്ടാണ് ചെയ്തത്. അവിടേക്ക് എത്തിയപ്പോഴേക്കും തന്നെ എന്തായി? ആ വിഷം കഴിഞ്ഞു, അതങ്ങനെ ഘനീഭവിച്ചു. ആ വിഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് ഭഗവാന്റെ ആ കണ്ഠം വർണ്ണം മാറി, ഘനശ്യാമ, ആ കട്ടും നീലവർണ്ണായി.
അങ്ങനെ ഭഗവാൻ നീലകണ്ഠൻ എന്ന് മഹാദേവനെ എല്ലാവരും സംബോധന ചെയ്തു. അതും ഭഗവാനൊരു അലങ്കാരമാണ്. അങ്ങനെ അതിനുശേഷമാണ് പിന്നെ ലക്ഷ്മി ദേവി വന്നത്. ലക്ഷ്മി ദേവി അറിയാലോ അല്ലേ? ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യം, ആ സൗരഭ്യം, ആ അമ്മയെ അങ്ങോട്ട് ലക്ഷ്മി ഭഗവതി അങ്ങോട്ട് കണ്ടപ്പോൾ കാരണന്മാരൊക്കെ ഇങ്ങനെ ആർക്കാപ്പോൾ ഇവള് എല്ലാ സേവ ചെയ്യുക, ആർക്കാ കിട്ടുക എന്നുള്ള നിലയിലൊക്കെ ഒന്നിങ്ങനെ ശബ്ദം ഉണ്ടാക്കാനും നരച്ച മുടി ഉള്ളിലേക്കാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടിങ്ങനെ ഒക്കെ പറഞ്ഞു. ഇങ്ങനെ പരവശന്മാരായിട്ടുള്ള ഇവരെ ആരെയും നോക്കാതെ കണ്ട് ലക്ഷ്മി എന്ത് ചെയ്തറിയോ? സമാധാനമുള്ള ആൾക്കാണല്ലോ സമാധാനം കൊടുക്കാൻ സാധിക്കുക. അതിപ്പോൾ ആരാ എന്ന് നോക്കിയപ്പോൾ ശാന്തനായിട്ട് തന്നിൽ നിന്ന് തന്നെ സ്വയം ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കണ്ടു. അവികാരായ ശുദ്ധായ നിത്യായ പരമാത്മനേ സദൈകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ആ ഭഗവാന്റെ ആ കഴുത്തിൽ ആ വർണ്ണമാല്യം അങ്ങോട്ട് ചാർത്തി. അസുരന്മാർക്ക് അത് അത്ര പിടിച്ചില്ല കേട്ടോ. അവർ പറഞ്ഞു ഇനി എന്തെങ്കിലും ഐറ്റം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. ഇതേമാതിരി വല്ല സാധനം വന്നാൽ ശരി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാരുണീ ദൈവം സുന്ദരി തന്നെയാണ് കേട്ടോ. വാരുണീ ദേവിയുടെ കയ്യിലൊരു ഭരണിയുണ്ട്. ആ ഭരണി ഇരുമ്പിൻ്റെ ഭരണിയാണ്. അതിലെന്താണ്? മദ്യം. അതെന്തായാലും അത് അസുരന്മാർ പിടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ധന്വന്തരി മൂർത്തി വന്നു. അമൃതകലശവുമായിട്ട് ധന്വന്തരി വന്നു എന്നാണ്. ധന്വന്തരി അങ്ങോട്ട് വന്നപ്പോൾ എന്തെന്നില്ലാത്ത തേജസ്, അരോഗ ഹരനാണ് അദ്ദേഹം. ദേവന്മാരുടെ കയ്യിൽ തൻ്റെ കയ്യിലുള്ള അമൃതകുംഭത്തെ കൊടുത്തു. പാവം അവരിങ്ങനെ അന്തം വിട്ട് നിൽക്കണേ. എന്താ പോയി ചെയ്യുക? എല്ലാവരും ഇല്ലേ നമ്മുടെ കൂട്ടക്കാരൊക്കെ എന്ന് ആലോചിച്ച് അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും എന്തായി? സാമർഥ്യക്കാരായിട്ടുള്ള അസുരന്മാർ ഇത് തട്ടിപ്പിടിച്ച് കൊണ്ടുപോയി. പിന്നെയും ഇവർ നിലവിളി കൂട്ടാൻ തുടങ്ങി. ഇതാണ് യോഗക്ഷേമം എന്ന് പറഞ്ഞത്. കിട്ടാത്തവന് കിട്ടുന്നത് യോഗമാണ്. പക്ഷേ കിട്ടിയതിനെ രക്ഷിക്കാൻ സാധിക്കണമെങ്കിൽ, അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് വേറൊരു ഫലം വേണം എന്നാണ്. വീണ്ടും ഭഗവാൻ അതിലിടപെട്ടു. മോഹിനി വേഷം സ്വീകരിച്ച് അസുര സഭയിൽ ചെന്നപ്പോൾ അത് വിളമ്പാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സമയം വല്ലാതെ പോയല്ലോ ഭഗവാൻ, ഇപ്പത്തി വേഗം വായിക്കേണ്ടി വരും, ഇരിക്കട്ടെ. അങ്ങനെ ഏതായാലും അതിനെ വീണ്ടെടുക്കാനായിക്കൊണ്ടൊരു മോഹിനി വേഷം സ്വീകരിച്ചു. അപ്പോൾ എല്ലാവരും ഈ മോഹിനിയായിട്ട് ഇവളങ്ങോട്ട് ചെന്നപ്പോഴേക്കും എന്തായി? ഇവളെല്ലാം ഭഗവാനാണല്ലേ, കാഴ്ചക്കാരുടെ മുമ്പിലേക്ക് അത് അവൾ ആണ്. ഭഗവാനെ ഓരോ രീതിയിൽ ഭാവിക്കുന്നവർക്ക് ഓരോന്നായിട്ട് അനുഭവപ്പെടും എന്നാണ്. അതാണ് ഭഗവാന്റെ ലീല. ഏതായാലും അന്തം വിട്ടിങ്ങ് നോക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞു, എന്താ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു അന്തം വിട്ടിട്ട് ചോദിച്ചേ ഉള്ളൂ. അമൃതകുംഭം എടുത്തിട്ട് നേരെ യമുടെ കൈ കൊണ്ടേ കൊടുത്തു. ഞാനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ, എന്നെ നിങ്ങൾക്ക് പരിചയമില്ലല്ലോ, പക്ഷെ എന്താണെന്നറിയില്ല, ഒരു പരിചയം എങ്ങനെ തോന്നുക. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ സേവിക്കാം കേട്ടോ. പക്ഷേ ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല എന്നൊക്കെ ശാസ്ത്രം ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസം തോന്നണമെന്നാണ് പറഞ്ഞു. ഇതാ പറയണത് ഭഗവാനെ. അങ്ങനെ ക്ഷമാശീലന്മാരായിട്ട് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിളമ്പി തരാം. അവസാനമായിട്ട് കണ്ണു തുറക്കുന്ന ആളെ, ക്ഷമയോടിരിക്കുന്ന ആളെ ഞാൻ സ്ഥിരമായിട്ട് സേവിക്കുകയും ചെയ്യാം കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഇലയിട്ട് ഇരുത്തി ഒക്കെ വിളമ്പി കൊടുക്കണ്ടോ നോക്കി. സംഗതിയൊന്നും വരുന്നില്ല. അതും കുറച്ച് കഴിഞ്ഞപ്പോൾ 1-2 ആളുകൾ ക്ഷമ കെട്ടിങ്ങനെ കണ്ണ് ചെമ്പിയിട്ട് തന്നെ അങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഇലയിലൊന്നും ആയില്ല. കേശുട്ടിയെ എൻ്റെ ഇലയിൽ വല്ലതും ആയിട്ടുണ്ടോ? വന്നിട്ടില്ല. മെല്ലെ നടന്ന് വരട്ടെ. അല്ല ഇവിടെ എന്താ ചെയ്യണാവോ, ഒന്ന് നോക്കായിരുന്നു. വിളവ് വേണ്ട. അങ്ങനെയാണോ? കാരണം ഏറ്റവും ക്ഷമയോടെ ഇരിക്കുന്ന ആൾക്കാണല്ലോ. അതുകൊണ്ട് കണ്ണു തുറന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ രാഹുകേതുക്കൾ ലേശം സൂത്രശാലികളാണ്. അവരിങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കിയപ്പോൾ ഈ സാധനമായിട്ട് യമ്മ പറന്നു പോണത് കണ്ടപ്പോൾ മനസ്സിലായി ഇവർക്ക് ചതിച്ചു കേട്ടോ, ദേവന്മാരുടെ പണിയാണ്. ഉടനെ ദേവസഭയിൽ പോയപ്പോൾ അവിടെ വിളമ്പാനുള്ള പരിശ്രമമാണെന്ന് പറയണം. നോക്കിയപ്പോൾ എല്ലാ ആളുകൾക്കും നൂലുണ്ട്, നമ്മുടെ കഴുത്തിൽ നൂലില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നൂലൊക്കെ നൂലൊപ്പിച്ചാൽ ഇനിയിപ്പോൾ അത് ഇടത്തോട്ടാണോ വലത്തോട്ടാണോ ഇടുമെന്ന് നിശ്ചയില്ല. ഏതായാലും അതൊക്കെ നോക്കി മനസ്സിലാക്കി വേഷമൊക്കെ കെട്ടി. വേഷം കെട്ടിയിട്ട് കാര്യമില്ല, ഈ സംസ്കാരം എന്നുള്ളത് ഉള്ളുന്നുണ്ടാവണേ ഇല്ലേ? പുറത്ത് വേഷം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്താ സംഗതി? അത് അന്നത്തിന് മുമ്പിൽ പോയാൽ അറിയാം സംസ്കാരം. എന്താ അത്? ചക്കരപ്പേരിയൊക്കെ വിളമ്പി കഴിഞ്ഞാൽ വിളമ്പണാൾ കിടന്ന് അന്തം വിടും. കാരണം വിളമ്പി ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കും സാധനം എടുത്ത് സ്വാഹ. മനസ്സിലായില്ലേ? ഇങ്ങനെ ഏതായാലും ഇവരുടെ ഇലയിലേക്ക് വരൽ ഇടുക്കലും നക്കലും കഴിഞ്ഞു. സൂര്യേന്ദ്രന്മാരത് കണ്ടു. ഭഗവാനെ ഇത് നമ്മുടെ ആൾക്കാരല്ല, അത് പറ്റിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ തൻ്റെ ചക്രം കൊണ്ട് അവരുടെ ഗളത്തെ ഛേദിച്ചു എന്നാണ്.
പക്ഷേ എങ്കിലും അമൃത് തൊട്ടതുകൊണ്ട് തലയ്ക്കുന്ന മേലെയുള്ളൂ, ഉടൽ ബാക്കി അങ്ങനെയാണ്. അങ്ങനെ അവർക്ക് ജീവനുണ്ടായി. സൂര്യന്മാരോട് ഇവർക്ക് പകയായി. അതിനുശേഷം വരെ കണ്ടാൽ വിഴുങ്ങാൻ പോവുകയാണ്. അതാണ് ഗ്രഹണമായിട്ട് സൂര്യ-ചന്ദ്ര ഗ്രഹണമായിട്ട് മാറിയത് എന്ന് പറയുകയാണ്. ഏതായാലും ആ അമൃതം സേവിച്ച ദേവന്മാരൊക്കെ പൂർവാവസ്ഥയെ പ്രാപിച്ചു. ഇനി അവരുടെ മറ്റ് ഭരണകാര്യങ്ങളും ആണ് വർണ്ണിക്കാനുള്ളത്.